ഭീഷ്മര് ശരശയിലായ ഉടൻ തന്നെ ഉലുപ്പി മറ്റു വസ്തുക്കളെ കണ്ടിരുന്നു. ഗംഗാതീരത്ത് വന്ന് കുളിക്കുന്ന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഗംഗാദേവി അവർ വിളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അർജുൻ ചതിവിലൂടെയാണ് ദേവിയുടെ മകനെ കൊന്നത്. അതുകൊണ്ട് നമ്മൾ അവനെ ശപിക്കുകയാണ് മരിക്കാനായിട്ട്. ഗംഗാദേവി അത് സംഭവിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഉലുപ്പിക്ക് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. അന്നേരം ഇത് ഉലുപ്പിയുടെ അച്ഛനോട് ഉലുപ്പി പറഞ്ഞിരുന്നു, നാഗങ്ങളുടെ രാജാവിൻ്റെ അടുത്ത്. ഉടൻ തന്നെ നാഗലോകത്തെ അധിപൻ വാസുകി മറ്റു വസ്തുക്കളെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, അർജുനന്റെ മരുമകനാണ്, അദ്ദേഹത്തിനോട് കാരുണ്യം കാണിക്കണം. അപ്പോൾ ഉടൻ തന്നെ അവർ പറഞ്ഞു, ധനഞ്ജയനായ അർജുന് ഒരു മകനുണ്ട് മണിപ്പൂരിൽ. അവൻ അർജുനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അർജുനെ കൊല്ലും. അതിലൂടെ ഈ ശാപത്തിൽ നിന്ന് അർജുൻ മുക്തനാവും എന്ന് പറഞ്ഞു. ഉലുപ്പി തുടർന്നു, അതുകൊണ്ടാണ് അങ്ങയുടെ മകനാൽ മരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ സാക്ഷാൽ ദേവേന്ദ്രന് പോലും അങ്ങേ കൊല്ലാൻ കഴിയില്ല. അങ്ങയെ വധിച്ചതിന് ശേഷം ഈ ദിവ്യരത്നത്തിലൂടെ അങ്ങേ ഞാൻ പുനർജീവിപ്പിച്ചതാണെന്ന്.